പുകഴ്ത്തുപാട്ടുകൾക്ക് കാതോർക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മൂന്നാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ കേരളം പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, രണ്ടാം പിണറായി ഗവൺമെന്റ് സ്ഥാനമേറ്റ് അധികം താമസിയാതെ തന്നെ കേരളീയം പരിപാടി നടത്തി. കേരളീയം പരിപാടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കേരളീയം പരിപാടി തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തിയത്. അന്ന് സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ, അങ്ങനെ ആരെയൊക്കെ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആക്കാമോ അവരെയൊക്കെ ഓഡിയൻസ് ആക്കി, അതായത് സദസ്സ് നിറഞ്ഞിരിക്കണമല്ലോ, ആക്കിക്കൊണ്ടാണ് അങ്ങനെ ക്യാപ്റ്റീവ് ഓഡിയൻസ് നിറഞ്ഞ സദസ്സിലാണ് കേരളീയം നടത്തിയത്. അത് കഴിഞ്ഞാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് 1,05,00,000 രൂപ വില വരുന്ന ഒരു ബസ് വാങ്ങി, അങ്ങനെ അതുമായി ദേശാടന പക്ഷികളെ പോലെ മന്ത്രി പുങ്കവന്മാർ എല്ലാവരും, മുഖ്യമന്ത്രി അടക്കം മന്ത്രി പുങ്കവന്മാർ എല്ലാവരും പിന്നെ നവകേരള സദസ്സുമായി ഓടി നടന്നത്. ചുരുക്കം പറഞ്ഞാൽ ആദ്യ വർഷം ഭരണം നടന്നതേയില്ല. കാരണം സെക്രട്ടേറിയറ്റിന്റെ വാതിലുകൾ അടച്ചിട്ട് അവരൊക്കെ കേരളീയം കാണാൻ വേണ്ടി പോരുന്നു. ഒരാഴ്ചയല്ലേ ഉള്ളൂ. പക്ഷെ ഒരാഴ്ച ഒരു ഭരണചക്രം തിരിയുന്നതിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്. അതും ഒരു ബജറ്റൊക്കെ കഴിഞ്ഞ് ആ ബജറ്റിന്റെ ഫണ്ടൊക്കെ എടുത്ത് വ്യയം ചെയ്യേണ്ട, അതായത് എങ്ങനെ എവിടെയൊക്കെയാണ് ചെലവ് ചെയ്യേണ്ട, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. ആ സമയത്താണ് കേരളീയം പോലെയുള്ള കളികളുമായി ശരിക്കും സെക്രട്ടേറിയറ്റ് കിടക്കുന്നത് പോലെ, അതായത് അവിടുത്തെ തലപ്പത്തിരിക്കുന്നവർ ഇല്ലെങ്കിൽ താഴെ ഇരിക്കുന്നവർക്കൊന്നും ചെയ്യാനല്ല, അവരും ഓഡിയൻസ് ആയിട്ട് പോയിരിക്കുകയാണ്. ഇനി അഥവാ ആരെങ്കിലും അതിനകത്ത് പെട്ടുപോയാൽ തന്നെയും അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫയലുകൾ നീങ്ങണമെങ്കിൽ അതിൻ്റെതായ രീതികൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ വർഷത്തെ ഭരണത്തിനാണ് കോട്ടം തട്ടിയത്. ആ വർഷത്തെ ഭരണത്തിന് കോട്ടം തട്ടി എന്ന് പറഞ്ഞാല് വരുമാന സമാഹരണത്തില് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും വീഴ്ച വരുത്തും. അത് CAG റിപ്പോർട്ട് 2023 CAG റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ അറിയാം. 2021-22 കാലത്ത് ഈ ഗവൺമെന്റിൽ നടന്ന കാര്യങ്ങൾ, അതായത് എന്തുമാത്രം 28,000 കോടിക്ക് അടുത്താണ് അരിയർ പിരിച്ചെടുക്കാൻ കിടക്കുന്നത് 2021-22 വർഷത്തിൽ. അതുപോലെയാണ് വകമാറ്റി ചെലവഴിക്കൽ തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും CAG അക്കമിട്ട് നിരത്തുന്നുണ്ട്. അത് ടേബിൾ സഹിതം നമ്മുടെ മുൻപിൽ വെക്കുന്നുണ്ട്. അപ്പൊ ഭരണത്തിന് എന്തു പറ്റി? ഭരണത്തിനൊന്നും പറ്റിയില്ല. ഒന്നാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോഴേ പറഞ്ഞത് കാര്യക്ഷമതയ്ക്ക് ഞാൻ മാർക്കിടുമെന്നാണ്. പക്ഷെ ആ കാര്യക്ഷമത അദ്ദേഹത്തിന് കൈമോശം വന്നുപോയി അന്ന് തന്നെ എന്നാണ് നമ്മൾ അതിനുശേഷമുള്ള ഭരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ എന്താണ് അങ്ങനെ കേരളീയം നടത്തി ഒരാഴ്ച കൊണ്ട് കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കി. ക്രമത്തിലാക്കുകയല്ല ചെയ്തത്, അവതാളത്തിലാക്കി. അതിനുശേഷം അതായത് ഈ കൊട്ടിഘോഷങ്ങൾ മാത്രം മതി, കാര്യമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട എന്നൊക്കെ നിർബന്ധമുണ്ട്. എൻ്റെ മുഖം മിനുക്കണം, ഞാൻ വലിയ ആളായി കാണണം, അങ്ങനെ ഒരു പുകഴ്ത്തു പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള നേതാവ്. അതാണ് ഈ ലോകത്തെ എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ജെയിംസ് ഓട്ടിസൺ 7 deadly economic sins, 7 മാരക സാമ്പത്തിക പാപങ്ങൾ എന്ന ഹെഡിങ്ങിലാണ് ജെയിംസ് ഓട്ടിസൺ ഒരു പുസ്തകം തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് നമ്മൾ എടുത്തു നോക്കും. ഷീ ജിൻപിങ് തൊട്ട് പുതിൻ തൊട്ട് നമ്മുടെ ട്രംപ് ഇപ്പൊ ലോകത്തെ തന്നെ ചുറ്റി കറക്കിക്കൊണ്ടിരിക്കുക. അച്ചുതണ്ടിന് ചുറ്റും കിടന്ന് ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ട്രംപ് എന്ന വിഡ്ഢിയായ അച്ചുതണ്ടിന് ചുറ്റും കിടന്ന് ലോകം മുഴുവനും കറങ്ങുകയാണ് ഇപ്പോ. അങ്ങനെയുള്ള അതാണ് ഈ 7 deadly economic sins എന്ന് പറയുന്ന ആ തരത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് ജനങ്ങളെ പറ്റിച്ച് മുകളിലേക്ക് വരികയാണ്, ഭരണചക്രത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് എത്തുകയാണ്. പിന്നെ അവർക്ക് ആരെയും നോക്കാനില്ല, ഒന്നും എല്ലാവരും കുഴലൂത്തുകാരാണ്. നേതാക്കന്മാരുടെ കുഴലൂത്തുകാരാണ്. സത്യം വിളിച്ചു പറയുന്ന ഒരു കുഞ്ചൻ നമ്പ്യാർ പോലും അവരുടെ കൂട്ടത്തിലില്ല. ഒരു കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, രാജഭരണകാലത്തെ
നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ എന്ന കവിയെ. പായസം എല്ലാവരും, രാജാവുമൊത്ത് എല്ലാവരും പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പായസത്തിന് ഭയങ്കര കയ്പാണ് എന്ന് പറഞ്ഞ് രാജാവ് അത് തള്ളി നീക്കുന്നു. അപ്പൊ എല്ലാവരും പായസം തള്ളി നീക്കുന്നു. ആ ശരിയാ, കയ്പാണ് എന്നും പറഞ്ഞ്. അപ്പൊ നമ്പ്യാർ എന്തു പറഞ്ഞു? ഈ കയ്പ് അടിയന് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വാങ്ങി ആ പായസം കഴിച്ചു. അങ്ങനെ തന്റെ ഇടത്തോടു കൂടി പറയാൻ തന്റെ കെൽപ്പുള്ള ഒറ്റ രാഷ്ട്രതന്ത്രജ്ഞനെയും നമുക്ക് എവിടെയും കാണാനില്ല. കേന്ദ്രത്തിലാകട്ടെ കേരളത്തിലാകട്ടെ. കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ മന്ത്രിസഭയെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര പേരുണ്ടായിരുന്നു അങ്ങനെ പറയാൻ കെൽപ്പുള്ളവർ? ചുരുക്കം ചിലർ മാത്രം. ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ തന്നെ അവരാരും വീണ്ടും ടിക്കറ്റ് കിട്ടി മത്സരിച്ച് ജയിച്ചു വന്നില്ല. കാരണം എന്തായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. നട്ടലോടുകൂടി അത് ശരിയല്ല, ഇതാണ് ശരിയെന്ന് പറയാൻ കെൽപ്പുള്ളവരെ ടോളറേറ്റ് ചെയ്യാത്ത നേതൃത്വങ്ങളാണ് രാഷ്ട്രീയത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ടുള്ള ഈ അപജയങ്ങൾ മൂലം പാർശ്വവൽക്കരിക്കപ്പെട്ടവർ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകുന്നു, ധനികർ കൂടുതൽ ധനികരാകുന്നു. നമുക്കറിയാം, സ്വർണം കള്ളക്കടത്ത് കേസ്, അങ്ങനെ എന്തെല്ലാം തരം CMRL കേസ്, അങ്ങനെ എന്തെല്ലാം തരം കേസുകളാണ് നാം കേൾക്കുന്നത്. അതൊക്കെ താഴെ തട്ടിലുള്ള രാഷ്ട്രീയക്കാരെ പറ്റിയല്ല, ടോപ്പിലുള്ള രാഷ്ട്രീയക്കാരാണ്. അവിടെയാണ് ജെയിംസ് ഓട്ടീസൺ തന്റെ ഗ്രന്ഥം കൊണ്ട് അതിപ്രശസ്തനായി തീർന്നത്. അതാണ് ഡെമോക്രസിക്കെന്നല്ല ഏറ്റവും വലിയ രാഷ്ട്രീയ അപജയം, ലോകത്ത് ഈ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ അപജയമാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വലിയ വലിയ തെറ്റുകൾ. അവർ വലിയ തെറ്റിന്റെ കൂടാരമായി തീരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ പുകഴ്ത്തുപാട്ടുകൾ, അതായത് എന്റെ കേരളം പരിപാടിയിൽ ഉയർന്നു വരാൻ പോകുന്ന പുകഴ്ത്തുപാട്ടുകൾ കേൾക്കാനായിട്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നോക്കാം എന്തൊക്കെ പുകഴ്ത്തുപാട്ടുകളാണ്, എന്തൊക്കെയാണ് പിണറായി വിജയൻ. ആദ്യം തന്നെ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കാലിക്കടവിലെ ഇനോഗ്രൽ സെഷനിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഞാൻ കേട്ട ഏറ്റവും എന്നെ ചുട്ടുപൊള്ളിച്ച ഒരു സെന്റൻസ് ഉണ്ട്. 2016 LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ കേരളം പൂർണ്ണമായും നാശഗർത്തത്തിലായിരുന്നു. നാശഗർത്തം എന്നുള്ള വേർഡല്ല അദ്ദേഹം ഉപയോഗിച്ചത്, അതിനേക്കാളും നമുക്ക് പൊള്ളുന്ന തരത്തിലുള്ള വേർഡാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ആ ഒരു ആശയമാണ് ഞാൻ ഉൾക്കൊണ്ട് പറയുന്നത്. പക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2016 കേരളം ഇന്നത്തെ കേരളത്തെക്കാൾ എത്രയോ ശോഭനമായ കേരളമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർക്കാമോ? ഞാൻ ചെറിയ നുറുങ്ങുകൾ മാത്രം ഞാൻ പറയാം, എല്ലാം ഞാൻ പറയുന്നില്ല. അതായത് ഫിസ്ക്കൽ റെസ്പോൺസ്, നമ്മളിപ്പോ ഫിസ്ക്കൽ ക്രൈസിസില് ഊളിയിട്ട് അതായത് ഒരു വേൾപൂളില് എത്തപ്പെടുന്ന ഒരു ചെറിയ ജീവിയെ പോലെ താഴേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾപൂളിൽ ഉൾപ്പെട്ട ഒരു ജീവിയെ പോലെ താഴേക്ക് ചുറ്റിക്കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അന്തരാളത്തിലേക്ക്. അങ്ങനെയുള്ള കേരളത്തെ പറ്റി അദ്ദേഹം അന്നത്തെ കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു LDF ഗവൺമെന്റ് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ധവളപത്രം ഉണ്ടാക്കി. ആ ധവളപത്രത്തിൽ അവരെഴുതിയിരുന്നു, ആ ധവളപത്രം എന്റെ കയ്യിലുണ്ട് കേട്ടോ. ധവളപത്രത്തിൽ അവരെഴുതിയിരുന്നു എന്താണ്, 2020-21 ആകുമ്പോഴേക്കും അന്നത്തെ UDF ഗവൺമെന്റ് തന്നെ ഭരണത്തിൽ വീണ്ടും വന്നാല് KSRTCക്ക് ശമ്പളം കിട്ടുകയില്ല. പിന്നെ അതുപോലെ ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെല്ലാം മുടങ്ങിപ്പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് നെഗറ്റീവ്സ് പറഞ്ഞിരിക്കുന്നത് UDF ഗവൺമെന്റിനെ പറ്റി. നമ്മൾ കടക്കണിയിലേക്ക് പോകും, ഇങ്ങനെയൊക്കെയാണ് ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കുക, അങ്ങനെയൊക്കെ UDF ഗവൺമെന്റിനെ ചെളിവാരി തേച്ച് ഭരണത്തിൽ വന്ന LDF ഗവൺമെന്റ് 2021-22 ആകുന്നതിന് മുമ്പ് തന്നെ KSRTCയുടെ ശമ്പളവും പെൻഷനും ഒക്കെ നിന്നു. ഇപ്പോഴും അവർ ചക്രശ്വാസം വലിക്കുകയാണ്. ഗണേഷ് കുമാർ വളരെയധികം ശ്രമിക്കുന്നു, പക്ഷെ ശ്രമിച്ചിട്ടും വലിയ കാര്യമൊന്നും നടക്കുന്നില്ല. അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതങ്ങനെ. അപ്പൊ എന്നിട്ട് ഓർക്കുക, ഈ UDF ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് FRBM നിയമം ഉണ്ടല്ലോ, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് നിയമം. ആ നിയമം അനുസരിച്ച് നമുക്ക് കേരളത്തിന് ഏത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കടമെടുക്കാവുന്നത്
ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിന്റെ 3% മാത്രമാണ്. ഈ വർഷത്തെ നമ്മുടെ ആഭ്യന്തര മൊത്ത ഉൽപാദനം ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റിന്റെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന എത്രയാണ്? 14,245,145.23 കോടി. ഞാൻ ഒന്നോടെ ആവർത്തിക്കാം നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. 14,27,145.23 കോടി. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന GDP, അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം. അതിനെയാണ് നമ്മൾ GSDP എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന് നമ്മൾ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇവിടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതുകൊണ്ടാണ് GSDP എന്ന് പേര് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു GSDP പറഞ്ഞിരിക്കുന്നതിന്റെ 3% കടമെടുക്കാവൂ എന്നാണ് FRBM നിയമം അനുശാസിക്കുന്നത്. ആ നിയമത്തിന്റെ അനുശാസനം അനുസരിച്ച് തന്നെ 2012 മുതൽ 2016 വരെയുള്ള ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെന്റ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എടുത്തു നോക്കൂ. എല്ലാ വർഷവും സഞ്ചിത കടം 29% താഴെയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെയാണ് ഈ താരതമ്യം കൊണ്ട് മിസ്റ്റർ പിണറായി വിജയൻ ലഭ്യനായി തീരുന്നത്. 2017-18 മുതൽ ഇങ്ങോട്ട് നോക്കുക, എല്ലാ വർഷവും 30% മുകളിലാണ് സഞ്ചിത കടം. പോകട്ടെ, 2021-22 മുതൽ അത് 38%, 40% ഈ തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാനത ഇപ്പൊ ഇക്കഴിഞ്ഞ ബജറ്റിൽ, അതായത് കഴിഞ്ഞ വർഷം 2024-25 നിർമ്മല സീതാരാമൻ നമ്മുടെ ധനവകുപ്പിന്റെ ചെവിക്ക് പിടിച്ചു. നിങ്ങൾ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴിയും ഒക്കെ എടുത്ത കടം ഇതിനകത്ത് ചേർക്കണം. അങ്ങനെ ചേർത്തപ്പോഴത്തേക്കും അത് 38 ഏകദേശം 40% അടുത്തെത്തി സഞ്ചിത കടം. ഈ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 33.77%. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബജറ്റ് ഡോക്യുമെന്റില് A9 പേജ് എടുത്ത് A7 ടേബിൾ നോക്കുക. ആ ടേബിളില് സഞ്ചിത കടം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന ആ ടേബിളിലാണ് ഇത് പറയുന്നത്. 33.77% GSDP-യുടെ 33.77% നമ്മുടെ സഞ്ചിത കടം ഈ വർഷത്തെയും. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു 2016 വരെയുള്ള കേരളവും 2016 ശേഷമുള്ള കേരളവും? ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഏത് കേരളമാണ് മെച്ചപ്പെട്ട കേരളം, ഏത് കേരളമാണ് നഷ്ടത്തിലും നശീകരണത്തിലും പെട്ടിരിക്കുന്ന, അതായത് കടക്കണിയിലേക്ക് ഊളിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളം എന്നതിന് വേറൊരു തെളിവ് തേടി പോകണ്ട സുഹൃത്തുക്കളെ. എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അപ്പോൾ തന്നെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടു, ഇത് എന്തൊരു വൃത്തികെട്ട രീതിയിലുള്ള താരതമ്യമാണ് എന്ന്. കാരണം നേരെ റിവേഴ്സിലാണ് പറയുന്നത്. എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നത് നേരെ വിപരീത ധ്രുവത്തിൽ എടുത്തു കാണിച്ച് ചെളിവാരി എറിയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ജെയിംസ് ഓട്ടിസൺ, താങ്കൾ മിടുക്കനാണ്. 7 Deadly Economic Sins എന്ന താങ്കളുടെ പുസ്തകത്തിന് എന്റെ ഒരു അവാർഡ്, എന്റെ വാക്കുകൾ കൊണ്ട് മനസ്സുകൊണ്ടുള്ള ഒരു അവാർഡ്. അപ്പൊ അങ്ങനെ തുടങ്ങിയാല് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത മഹാകാര്യങ്ങളെ പറ്റി എടുത്തു പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് പറയുമ്പോഴാണ് ഒന്നാം ഭരണത്തില് ഉള്ള സ്വർണ്ണക്കടത്ത് കേസ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞപ്പോ ഈ ഭരണത്തിലെ CMRL കേസ്, അതിനിടയ്ക്ക് നമ്മൾ പതുക്കെ ഒന്ന് നങ്കൂരമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെരിഞ്ഞും ചരിഞ്ഞും ഒക്കെ നോക്കിയാല് എന്തുമാത്രം എക്സാമ്പിൾസ് നമുക്ക് കണ്ട് കോട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? പക്ഷെ ഈ സംസാരം ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നങ്കൂരമിട്ട് തപ്പാൻ പോകുന്നില്ല. നിങ്ങളോടുള്ള ഒരു ബഹുമാനം കൊണ്ട് എന്ന് കൂടി ഓർമ്മിക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുകഴ്ത്തുപാട്ട്, കേരളം വ്യവസായ സൗഹൃദമാണ് എന്നാണ് വേറൊരു പുകഴ്ത്തുപാട്ട്. അതായത് അദ്ദേഹം തന്നെ കണ്ടെത്തുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങള്, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ്, ആ അച്ചീവ്മെന്റ്സിൽ പെട്ടതാണ് കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയെന്ന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ഇവിടെ പാടി പുകഴ്ത്തി ഗവൺമെന്റ് തന്നെ പാടി പുകഴ്ത്തി മന്ത്രി രാജീവ് അടക്കമുള്ളവർ സ്വയം അലങ്കരിച്ച് നടക്കുന്ന സമയത്തല്ലേ, അഹങ്കരിച്ച് നടക്കുന്ന സമയത്തല്ലേ കേന്ദ്രത്തിൽ നിന്ന് നീതി ആയോഗ് അങ്ങനെ ഒരു
പട്ടിക തയ്യാറാക്കിയിട്ടില്ല. അത് തന്നെയല്ല, വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യൽ നിർത്തി എന്നും കൂടി പുറത്തു വരുന്നു. അപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക, വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നടക്കുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സില് കേരളം 1ാം സ്ഥാനത്ത്. എന്നിട്ടാണോ എനിക്കിനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ, അതായത് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 1ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഈ പാവപ്പെട്ട കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ആണ്. കുടുംബശ്രീ സ്ത്രീകൾ കൂട്ടായ്മകൾ തുടങ്ങി വെച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൈക്രോ എന്റർപ്രൈസസ് ഇവിടെ ഉണ്ട്. അതായത് ഞാൻ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഒരു പ്രോജക്റ്റ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന്റെ ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിരുന്നു. അതിന് ഞാൻ സഹായം തേടിയത് നമ്മുടെ റീജിയണൽ റിസർച്ച് ലബോറട്ടറി, അതായത് DSIRന്റെ വിങ് ആണ് റീജിയണൽ റിസർച്ച് ലബോറട്ടറി. ഇപ്പൊ അത് NIIT എന്നോ മറ്റിയാണ് അതിന് പേര് പറയുന്നത്. ആ റിസർച്ച് ലബോറട്ടറിയിലുള്ള സയന്റിസ്റ്റുകളും ചേർന്ന് അവരുടെ ഇതൊന്നും വേണ്ട ഇൻപുട്സ് ഒക്കെ എടുത്താണ് ഞാൻ ആ പഠനം നടത്തിയത്. അപ്പോൾ ഞാൻ കണ്ടതാണ് 45 ലക്ഷത്തോളം കുടുംബശ്രീകളുണ്ട്. ഒരുപാട് ഞാൻ തന്നെ 500-550 കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്, ഒരു കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് തന്നെ 10ഓളം കുടുംബശ്രീ അംഗങ്ങൾ എങ്കിലും കാണും. അങ്ങനെയുള്ള 550ഓളം കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എനിക്കറിയാം ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് സ്ത്രീകളുടെ കഠിനാധ്വാനം, രാവും പകലും അധ്വാനിക്കുന്ന സ്ത്രീകള്, അങ്ങനെ അധ്വാനിക്കുന്ന സ്ത്രീകളാണ് ഇവിടെ ഇപ്പൊ ആശാ വർക്കർമാരായിട്ട് വന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കുടുംബശ്രീകൾ അങ്ങനെ വലിയ സേവനമാണ് ഈ സംസ്ഥാനത്തിന് ചെയ്യുന്നത്. കുടുംബശ്രീകളുടെ മൈക്രോ എന്റർപ്രൈസസിന്റെ ഏറ്റവും വലിയ സുവർണ കാലം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലമായിരുന്നു. അത് പിണറായി സർക്കാർ മറന്നു പോകുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും അരുണ സുന്ദർ രാജൻ എന്ന IAS ഉദ്യോഗസ്ഥയും വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു അവര് വളരെ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ടും ഈ കുടുംബശ്രീ, അതുപോലെ തന്നെ TK ജോസ് IAS, അതുപോലെ തന്നെ നമ്മുടെ വിജയാനന്ദ് IAS, ഇവരൊക്കെ ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് വളരെ നന്നായി വളർന്നു വരുന്നതിന് വേണ്ടി പരിശ്രമിച്ചവരാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടെ പരിശ്രമത്തിന്റെ ഫലമായി കുടുംബശ്രീ അങ്ങ് വലിയ തോതിൽ വളർന്നു പന്തലിച്ചിരുന്നു. അങ്ങനെയാണ് 2014 നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നുണ്ടാകും, നമ്മുടെ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യം വന്ന് പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യം വന്നപ്പോ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. കേരളത്തിലെ പോലത്തെ കുടുംബശ്രീയും കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസും ഇന്ത്യയിൽ മുഴുവനും വ്യാപിപ്പിക്കണമെന്ന്. അദ്ദേഹം വ്യാപിപ്പിക്കണമെന്ന് പറയുക മാത്രമല്ല സുഹൃത്തുക്കളെ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്കൂ, UP-യിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കുടുംബശ്രീയും ഉണ്ട്, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസും ഉണ്ട്. അത് പിന്നെ അവിടെ നന്നായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ, വ്യവസായ വകുപ്പുകൾ പരിശ്രമിക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടും. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഈ പറയപ്പെട്ട കുടുംബശ്രീയും കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസും. അപ്പൊ അത് UDF ഗവൺമെന്റിന്റെ കാലത്ത്, എന്നിട്ട് ഏറ്റവും കഴിവുള്ള മന്ത്രിക്കുള്ള സമ്മാനം പോലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അന്ന് കിട്ടിയത്. കാരണം അദ്ദേഹം ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിനെ അത്രയധികം പ്രൊട്ടക്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ കാലഘട്ടത്തെ തമസ്കരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് എന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാമത് എന്ന്. ഇതിന് ഒരു കാരണം ഇവർ കണ്ടെത്തിയിരിക്കുന്നത്, മിസ്റ്റർ രാജീവ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എനിക്കറിയാവുന്ന ഒരു വാസ്തവ സത്വമുണ്ട് ഇതിനകത്ത്. എന്താണതെന്നറിയാമോ? അതായത് ഇൻഡോർ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ ഒരു പഠനം നടത്തി കേരളത്തിലെ മൈക്രോ എന്റർപ്രൈസസിനെ പറ്റി, വ്യവസായങ്ങളെ പറ്റി. അപ്പൊ അവര് വന്നപ്പോ ഇവിടെ എന്ത് വ്യവസായമുണ്ട്? ഇവിടെ ഉള്ളതെല്ലാം മൈക്രോ എന്റർപ്രൈസസാ, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസാ. അവർ ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന് ഇവിടുത്തെ അവസ്ഥകളെ പറ്റിയൊക്കെ നോക്കുമ്പോ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസിന് ഗവൺമെന്റിന്റെ സഹായമൊക്കെ കിട്ടുന്നുണ്ട്. ദേ ആർ ഹാപ്പി. വായ്പയുണ്ട്, ബാങ്കുകൾ വായ്പ കൊടുക്കുന്നു, നന്നായി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നു. അതൊക്കെ കാരണം കൊണ്ട് അവർ ഹാപ്പി, അവർ നല്ല ഇതൊക്കെ കൊടുത്തു. അങ്ങനെ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം നല്ലതാണെന്ന് ഇൻഡോർ IIM ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്
മിസ്റ്റർ രാജീവ് നേരിട്ട് ആ റിപ്പോർട്ട് കിട്ടിയോന്ന് എനിക്കറിഞ്ഞൂടാ. ആ റിപ്പോർട്ട് എന്തായാലും നീതി ആയോഗിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ട് ആയിരിക്കണം ഇദ്ദേഹത്തിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാതെ ഒരു കാരണവും കൂടിയുണ്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ലോൺസ്, അതായത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ലോൺസ് ഒക്കെ സ്ത്രീകൾക്ക് മറ്റേതുപോലെ അതായത് ശിശു, കിഷോർ, തരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന വായ്പകളുണ്ടല്ലോ, അത്തരം വായ്പകളുടെ കൂട്ടത്തില് സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ വായ്പ കിട്ടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ, നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ഉദ്യമം, ഒരു ബിസിനസ്, അതായത് ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്യം രജിസ്ട്രേഷനില് കേരളത്തിലെ എന്നോ തുടങ്ങി, ഒരുപക്ഷെ കേരളം ഫോം ചെയ്ത കാലത്ത് മുതൽ തുടങ്ങി ചത്തുകിടന്ന മൈക്രോ എന്റർപ്രൈസസും ഒക്കെ രജിസ്ട്രേഷൻ എടുത്തു. ഉദ്യം രജിസ്ട്രേഷൻ എന്തിനാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന്, അതായത് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇൻട്രസ്റ്റ് ഫ്രീ വായ്പകൾ കിട്ടുമെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം, രക്ഷപ്പെടാം എന്ന് കരുതി. അതിന്റെ പേരിലാണ് ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് രജിസ്ട്രേഷൻസ് ഉണ്ടായത്. ആ ലക്ഷങ്ങൾ എടുത്തിട്ടാണ് മന്ത്രി രാജീവ്, ഈ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതല്ലാതെ അതിൽ നിന്ന് വളരെ ചുരുക്കം, ആ ഉദ്യമ രജിസ്ട്രേഷൻ എടുത്തവയിൽ വളരെ ചുരുക്കം വ്യവസായ യൂണിറ്റുകൾ മാത്രമാണ് കർമ്മനിരതമായ യൂണിറ്റുകൾ ഉള്ളൂ. അത് അദ്ദേഹം തന്നെ ഓർത്ത് ചിരിക്കുന്നുണ്ടാവും, ഇവിടെയുള്ളവരെ എത്ര ഈസി ആയിട്ട് പറ്റിച്ചു എന്ന് വിചാരിച്ച്. അങ്ങനെയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം. ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം അതാണെന്നുള്ളതിന് കണ്ണൂര് തന്നെ പിണറായി വിജയന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയല്ലേ നമ്മുടെ MV ഗോവിന്ദന്റെ ഭാര്യ ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ തന്നെയല്ലേ ഒരു പാവപ്പെട്ട പ്രവാസി വന്ന് സ്വന്തം ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞ് അതിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെന്ന് കണ്ട അവസാനം സൂയിസൈഡ് ചെയ്തത്. അങ്ങനെ മരണപ്പെട്ടവരുടെ ആ മരണ ഒച്ച, അവരുടെ മരണത്തിന്റെ ചിലമ്പൊലി, അത് നമുക്കിപ്പോഴും, അത് അവിടെ മാത്രമല്ല, കണ്ണൂർ മാത്രമല്ല, കണ്ണൂര് തൊട്ട് പാറശാല വരെ എത്രയെത്ര കഥകൾ നമുക്ക് പറയാൻ പറ്റും. മരിച്ചവരുണ്ട്. വ്യവസായം വേണ്ടെന്ന് വെച്ച് കേരളം വിട്ട് തൃശ്ശൂർ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പുഴയ്ക്കൽ, അവിടെ നിന്ന് വ്യവസായം തുടങ്ങിയിട്ട് ആ വ്യവസായം അവിടെ നിന്ന് ചുവട് പറിച്ച് ഒരു രക്ഷയും ഇല്ലാതെ മദ്രാസിലേക്ക്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ആയിട്ട് മാറിപ്പോകുന്ന അവസ്ഥ. അതുപോലെ എത്ര എത്ര എക്സാമ്പിൾസ്. അതാ ഓർമ്മയില്ലേ, കോട്ടയത്ത് തന്നെ നടു റോഡില് ഒരു ചെറിയ ജിംനേഷ്യം തുടങ്ങാൻ വന്ന ഒരു പ്രവാസി നടു റോഡിൽ കിടന്ന് പൊരിവെയിലത്ത് കിടന്നുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എന്തുമാത്രം കഥകൾ. എന്നിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞങ്ങള് 1ാം സ്ഥാനത്ത് എത്തിച്ചു കേരളത്തിന് എന്ന് പറയുന്നത്. എന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഒന്ന് പറയൂ, കേരളത്തിൽ എവിടെയാണ് തൊഴിൽ സാധ്യതകൾ എന്നിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ ഇവിടുത്തെ കുട്ടികള് ഈ എന്താണ് പറയാ, വെസ്റ്റേൺ കൺട്രീസിലെ 60 കഴിഞ്ഞ, 80 കഴിഞ്ഞ, 90 കഴിഞ്ഞ വൃദ്ധരുടെ തീട്ടവും മൂത്രവും എടുക്കാൻ, അതിനാണല്ലോ ഈ എന്തോന്ന് ഇക്കോണമി എന്നാ പറയുക, നമ്മൾ സാധാരണ പറയാറുള്ള ആ ജോലികൾ, അത്തരം ജോലികൾ ചെയ്യാനാണ് നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ജോലി നോക്കി ഇവിടെ നിന്ന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരും കെയർ ഇക്കോണമിയിൽ. എന്താണ് ഈ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂടുതലായിട്ടും കെയർ ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 കഴിഞ്ഞ മറ്റെല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട പ്രായം. അത് 60 കഴിഞ്ഞവരല്ല, 70, 80, 90 കഴിഞ്ഞവരായിരിക്കും. അവർക്ക് വേണ്ടി ഇത്തരം ജോലികളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് കെയർ ഇക്കോണമി. അതിന്റെ ഒരു ചെറിയ കോഴ്സ് ആ രാജ്യങ്ങളിലൊക്കെ ചെന്ന് പഠിച്ചിട്ട് ആ ജോലികളിൽ കയറുകയാണ് കുട്ടികൾ. അപ്പൊ ഇവിടെ സ്വന്തം പേരൻസിനെ കെയർ ചെയ്യാൻ നേരമില്ലാത്ത കുട്ടികളാണ് അവിടെ പോകുന്നത്. കാരണം അവിടെ അവർക്ക് നല്ല ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് നല്ല പെണ്ണിനെയും കിട്ടും. കാരണം ശമ്പളവും പണവുമാണല്ലോ പത്രാസ്. അതല്ലാതെ എന്താ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്, എന്താണ് കഴിക്കുന്നത് എന്നൊന്നും ആർക്കും നോട്ടമില്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഞങ്ങള് വലിയ തരത്തിൽ കേരളത്തെ വളർച്ചയിലേക്ക് കുതിപ്പിക്കുന്നു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് നാവടക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഇവിടെ നന്നായിട്ട് അറിയാം. അതൊക്കെ പോകട്ടെ, അതിന്റെ തൊട്ടു താഴെ ഒന്ന് നോക്കൂ. ഒരു ഗുണ്ടാ കേരളമായിട്ട് കേരളം മാറിയത് എപ്പോഴാണ്? ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന 2016 വരെയുള്ള കാലത്ത് കേരളം ഒരു ഗുണ്ടാ രാജായിരുന്നോ? കേരളം ഒരു രാസലായിനി ഒഴുകുന്ന രാജായിരുന്നോ? മധ്യ കേരളം
മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു കടവായിരുന്നില്ല, ഒരു താവളമായിരുന്നില്ല കേരളം. അന്നൊക്കെ കൃത്യമായിട്ട് പോലീസ് സ്വന്തം കാലയിൽ നിന്ന് ഭരിച്ചിരുന്നു. കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ സ്വന്തം കാലയിൽ നിന്ന് പോലീസ് ഭരിച്ചിരുന്നു. മിടുക്കരായ പോലീസുകാരെ സ്വന്തം പോക്കറ്റിലാക്കിക്കൊണ്ട്, അതിന്റെ ഒന്നാന്തരം എക്സാമ്പിൾ അല്ലേ ഒരു ഉന്നത പോലീസ് ഓഫീസർ തൊട്ട് താഴെയുള്ള ഓഫീസറിന് ഒരു കൈ കൊണ്ട് അയാൾ തെറ്റുകാരനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രിയുടെ കൈ കൊടുക്കുക, മറു കൈ കൊണ്ട് അദ്ദേഹത്തെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ എടുത്ത്. അത് നട്ടലില്ലാത്ത പോലീസുകാരൻ എന്നുള്ളതിന്റെ തെളിവല്ലേ? വേറെ എന്തെങ്കിലും തെളിവ്? അങ്ങനെ പോലീസിന്റെ നട്ടൽ ഊരിയെടുത്തത് ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാട്ടിൽ പോലീസിന്റെ നട്ടൽ ഊരി എടുക്കുകയല്ല വേണ്ടത്. അവരുടെ നട്ടലിന് ബലക്ഷയമുണ്ടെങ്കിൽ അത് ബലപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കേരളം രാസലായനിയുടെ ഒരു ഭ്രമണ പദമായിട്ട് മാറുകയില്ലായിരുന്നു. ഇവിടെ സ്വന്തം അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും മാലിന്യം വാരി വിതറിക്കൊണ്ടാണ് ഈ കേരളം, അതായത് യുവ ജനത മുന്നോട്ട് പോകുന്നത്. ആ തരത്തിലേക്ക് അവർ വീണത് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ട് ധാരാളം വ്യവസായങ്ങൾ വന്ന് ഒന്നാന്തരം ജോലി സാധ്യതകൾ ഉണ്ടായത് കൊണ്ടാണോ? ഇനി രാത്രി കാലങ്ങളിലേക്ക് പബ്, അങ്ങനെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ പബ്ബുകൾ തുടങ്ങി. ആ തരത്തിലും കൂടി സ്ത്രീകൾക്ക് രാത്രിയിലും പകലും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു കേരളമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യം അതൊക്കെയാണ് കേരളത്തിന് വേണ്ടി ചെയ്ത വലിയ മഹാകാര്യങ്ങളായിട്ട് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിന് അതൊക്കെ എന്താണ് പറയുക, ഉണർത്തുപാട്ടായിട്ട് മാറട്ടെ. അങ്ങനെ മാറി കേൾക്കാനാണല്ലോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല ഇതൊക്കെ പറയുമ്പോഴത്തേക്കും. അതായത് ഇപ്പൊ അദ്ദേഹം പറയുന്നു വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാൻ. കർഷകർക്ക് പാരി റെസിഡ് ഷീറ്റാണ്, സംഭരണ വില കൊടുക്കുന്നില്ല. അതിന്റെ കാരണം കൊണ്ട് തന്നെ മരണപ്പെട്ടവർ പലരുണ്ട്. അതുപോട്ടെ, ഇനി മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വയനാട് ജില്ലക്കാരിയാണ്. അതായത് കുറുവാദ്വീപിന്റെ തൊട്ട് ഒരു 2 കിലോമീറ്റർ മുകളിലാണ് എന്റെ വീട്. ആ വീടിനോട് ചേർന്നാണ് ഒരു തടയണ പണിതിരിക്കുന്നത്. ആ തടയണ അവിടെ ഉള്ളത് കാരണം കൊണ്ട്, അതായത് എന്നെ എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ആരെങ്കിലും എറിഞ്ഞാൽ ആ തടയണയിൽ വീഴും. അത്ര അടുത്താണ് എന്റെ വീട്. അപ്പൊ ആ തടയണ കടന്ന് കാട്ടാനയ്ക്ക്, അതുവരെ ആ തടയണ അവിടെ വരുന്നവരെ കാട്ടാനയുടെ ശല്യം അത്ര ഗൗരവമായിട്ടില്ലായിരുന്നു. തടയണ വന്നതിന് ശേഷം തൊട്ടപ്പുറത്ത് പുഴ, കബനിയുടെ ഒരു തീരത്ത് കുറുവാദ്വീപ് ഞങ്ങളൊക്കെ താമസിക്കുന്നു, മറു തീരത്ത് റിസർവ് വനമാണ്. അപ്പൊ ഈ തടയണ വന്നതോടുകൂടി തടയണ വഴിയായിട്ട് കാട്ടാനകൾ ഇഷ്ടം പോലെ ഇപ്പുറത്തേക്ക് കടന്നു വരും ഏത് സമയത്തും. അങ്ങനെ കടന്നു വരുന്ന ഭയങ്കര പ്രശ്നമായി. അങ്ങനെയാണ് ചാലിക്കത്തൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പടമല, ചാലിക്കം ഭാഗത്ത്, കുറുവാദ്വീപിന്റെ ആ ഭാഗത്ത് 2-3 പേര് ആന ചവിട്ടിക്കൊന്നതും ഒക്കെ നമുക്കറിയാം. ആ സ്ഥലത്തൊക്കെ അപ്പോഴേ തീരുമാനം എടുത്ത് റോപ്പ് ഫെൻസിങ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. 3 കോടി അതിനുവേണ്ടി വക കൊള്ളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഗവൺമെന്റ്. അങ്ങനെ ഈ അടുത്ത നാളിലാണ് റോപ്പ് ഫെൻസിങ്, ഒരു 2 ആഴ്ചയോളമേ ആയിട്ടുള്ളൂ റോപ്പ് ഫെൻസിങ് പൂർത്തിയായിട്ട്. ഈ അടുത്ത ദിവസങ്ങളിലും അവിടെ ആൾക്കാരെ കൊന്നു, അല്ല അതെ അങ്ങനെ. അപ്പൊ അങ്ങനെ റോപ്പ് ഫെൻസിങ് നടത്തി പൂർത്തിയാക്കി. ഇനി ആനയുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നപ്പോ 2 ദിവസം മുൻപ് അവിടെ നിന്ന് എന്റെ ബന്ധുക്കൾ തന്നെ എന്നെ വിളിച്ചു പറയുന്നു, ആ റോപ്പ് ഫെൻസിങ് കംപ്ലീറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും അല്ല, ചാലിക്കം ഭാഗത്തുള്ള റോപ്പ് ഫെൻസിങ് ആന തകർത്തിരിക്കുന്നു. അത്ര മോശമായ രീതിയിലാണ് റോപ്പ് ഫെൻസിങ് ആനയ്ക്ക് എതിരായിട്ട് നടത്തിയ ഒരു യുദ്ധത്തിന്റെ ഇതായിരുന്നു ആ റോപ്പ് ഫെൻസിങ്. ആന കടന്നു വരാതിരിക്കാൻ. ആന ടസ്ക് ഉള്ള ജീവിയാണെന്നും ആ ടസ്ക് നോൺ കണ്ടക്റ്റീവ്, കറണ്ട് പാസ് ചെയ്യില്ലാത്ത താണ് എന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലും അറിയാത്ത തരത്തിലുള്ളവർ ഇതൊക്കെ ചെയ്ത് പേരിന് 3 കോടി എന്ന് പറഞ്ഞതില് എത്ര ലക്ഷം അവിടെ ചെലവഴിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ബാക്കിയൊക്കെ പോക്കറ്റുകളിൽ പോയി കാണും പോകേണ്ടവരുടെ. എന്തായാലും ആ റോപ്പ് ഫെൻസിങ് അങ്ങനെ. ഇതാണ് പിണറായി ഗവൺമെന്റ് ഈ പറയപ്പെട്ട വന്യമൃഗ മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിള്. ഇത് ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ അവരെനിക്ക് അതിന്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ അപ്പൊ തന്നെ കണ്ടു. ഞാൻ അപ്പൊ തന്നെ ചാനലുകളിൽ വിളിച്ചു പറഞ്ഞു. ചാനലുകൾക്കും ആ വീഡിയോ ഫോർവേഡ് ചെയ്തു.
അവരൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ആ കാര്യത്തെ പറ്റി എൻ്റെ അഭിപ്രായം. ഇനി ഡിജിറ്റൽ വിദ്യാഭ്യാസ മാതൃക, അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃക എത്ര ശോചനീയം. കേരളത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണമെന്ന് 2012 മുതലുണ്ട് 16 കാലം വരെ ഭരിച്ചിരുന്ന UDF ഗവൺമെന്റിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു 3 വോള്യൂംസ് അവർ UDF ഗവൺമെന്റ് കാലത്ത് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയത് അവിടെ ഇരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡിന്റെ ലൈബ്രറി തന്നെ ഉണ്ട് വലിയ 3 വോള്യൂംസ്. അപ്പൊ അങ്ങനെ അതായത് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം, ഇതൊക്കെ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്. അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ, അതായത് ജോലി തേടി മാത്രമല്ല പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ പോകുന്നത്. പണ്ടൊക്കെ ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ കിട്ടുന്നിടത്ത് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് വെളിയില്, പക്ഷെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന സ്വഭാവം ഇല്ലായിരുന്നു ഗ്രാജുവേഷൻ എങ്കിലും കഴിയാതെ. ഇപ്പൊ പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കേരളത്തിൽ നിന്ന് പുറത്തു പോകുക. കാരണം അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള അത്ര മോശമായിരിക്കുന്നു. അതായത് ഈ സ്വാശ്രയ കോളേജുകളൊക്കെ വന്നല്ലോ, നമ്മൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്വാശ്രയ കോളേജ് തന്നെ കാസർഗോഡ് ഒരു സ്വാശ്രയ കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് നേരത്തെ ലീക്ക് ചെയ്ത് കൊടുത്തു എന്ന്. എന്തിനാന്ന് വെച്ചാൽ പരീക്ഷ നന്നായിട്ട് എഴുതി മെച്ചപ്പെട്ട റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്താലല്ലേ അവർക്ക് അടുത്ത വർഷം കുട്ടികളെ കിട്ടുകയുള്ളൂ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇതുപോലെയാണ് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് മൂക്കത്ത് കയ്യേറി വെക്കാതെ ആ കൾപ്രിറ്റ്സിനെ ശരിക്ക് പിടിക്കാതെ അങ്ങനെ ഒരുപാട് കറക്ഷൻസ്, അതായത് വിദ്യാഭ്യാസ മേഖല മുഴുവനും ശുദ്ധീകരിക്കേണ്ട ഒരു കാലം, അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാലം, ക്വാളിറ്റി അപ്ഗ്രഡേഷൻ. ഈ അടുത്ത കാലത്ത് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഫസർ, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു പ്രൊഫസർ തന്നെ എന്നോട് പറയുകയുണ്ടായി, ടീച്ചറെ പണ്ടത്തെ കോളേജ് ഒന്നും അല്ല ഇപ്പൊ ടീച്ചേഴ്സ് ആരും നന്നായിട്ട് അതായത് നല്ല ടീച്ചേഴ്സ് ആകാൻ താല്പര്യമുള്ളവരില്ല, അവരൊക്കെ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ്. അതിനെന്തിനു പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന സമയത്ത് തന്നെ എന്റെ കീഴിലെ ചില അധ്യാപകർ ക്ലാസ് സമയത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ വർക്ക് കൊടുത്തിട്ട് ആ ക്ലാസ്സിലെ തന്നെ സമ്പന്നരായ കുട്ടികളും ഒക്കെ കാണും, അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയായിരുന്നു. അതായത് കോളേജിലെ ക്ലാസ് സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹോംവർക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും എഴുതാനൊക്കെ ആവശ്യം പറഞ്ഞിട്ട് അവര് ട്യൂഷൻ എടുക്കാൻ പോവുക. അങ്ങനെ ഞാൻ പിടിച്ച് കൊടഞ്ഞ് എന്നോട് വല്ലാതെ തട്ടിക്കേറിയ അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ പേര് ഇപ്പോഴും എന്റെ നാവിൻ തുമ്പിലുണ്ട്, ഞാൻ പറയുന്നില്ലെന്ന് മാത്രം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും, പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ പ്രിൻസിപ്പൽസും നട്ടലുള്ളവരല്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാർക്ക് നട്ടല്ലില്ലാത്തതുപോലെ പ്രിൻസിപ്പലിന്റെ കീഴെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് എല്ലാവർക്കും നട്ടല് കാണില്ല. അങ്ങനെ നട്ടല്ലില്ലാത്തൊരു പ്രിൻസിപ്പലായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുത്തില്ല. അല്ലെങ്കിൽ അന്ന് തന്നെ അങ്ങനെ ചില അധ്യാപകരെ യൂണിവേഴ്സിറ്റി കോളേജിൽ തെറിപ്പിക്കണമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ധാരാളം അധ്യാപകര് സ്വന്തം വൃത്തിയോട്, അതായത് അധ്യാപക വൃത്തിയോട് നീതി പുലർത്താത്തവരുണ്ട്. ഏതായാലും അതിനൊക്കെ കണിശമായ അതിന്റെയൊക്കെ ചുവരെഴുത്തുകളാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. ഏത് കോളേജിൽ ചെന്നാലും ധാരാളം സീറ്റുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഫിസിക്കൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പഠിപ്പിക്കാൻ 4-5 കുട്ടികളുടെ മുൻപിൽ ചെന്ന് എന്തെങ്കിലും പുലമ്പിയിട്ട് വരുന്ന അധ്യാപകർക്കും UGC സ്കെയിൽസും എല്ലാം കൊടുക്കുകയാണെന്ന് ഓർക്കണം. അതിനൊക്കെ കാരണക്കാര് ഈ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന അധ്യാപകരും അതിനെ മേൽനോട്ടം വഹിക്കാത്ത പ്രിൻസിപ്പൽമാരും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറും ഒക്കെയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഈ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഒന്ന് ഉടച്ചു വാർക്കേണ്ട കാലമായിരിക്കുകയാണ്. അങ്ങനെ അത്ര മോശമായ രീതിയിലേക്ക് ക്വാളിറ്റി പോയപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ ഡിജിറ്റൈസ് ചെയ്തു എന്ന്. ഡിജിറ്റൈസ് ചെയ്തത് കൊണ്ട് മാത്രം എന്താ? രാസലായിനിയാ കുടിക്കുന്നതും കഴിക്കുന്നതും. അതങ്ങ് ഡിജിറ്റൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണ്? എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എനിക്ക് മനസ്സിലാകുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നോ മറ്റോ ഞാൻ മനസ്സിലാക്കണോ? ഇങ്ങനെ അതൊക്കെ ഡിജിറ്റൈസ് ചെയ്തു, വിദ്യാഭ്യാസം ഡിജിറ്റൈസ് ചെയ്തു എന്ന മേന്മ കുട്ടി ഘോഷിക്കുമ്പോൾ ആദ്യം അടി തൊട്ട് മുടി വരെ മാറ്റിയാൽ മാത്രമേ ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായം സിസ്റ്റം നന്നാകൂ, കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഒക്കൂ. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് പ്രധാനം. ഈ ക്വാളിറ്റി കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങിയ നേരെ MIT അഡ്മിഷൻ കിട്ടണം, നേരെ ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടണം,
നേരെ കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടണം. ആ തരത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. അതിന് ഡിജിറ്റൈസ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, അത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനി അതുപോലെ അദ്ദേഹം പറയുകയാണ് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ കേട്ട് മുഷിഞ്ഞു കാണും. പക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി ശരിയാണ്. ലോകത്തിലെ തന്നെ വളരെ താഴത്തിലുള്ള ഏതു തരം മദർഷിപ്പുകൾക്കും വന്നെടുക്കാവുന്ന ഒരു തുറമുഖമായി മാറിയിരിക്കുന്നു വിഴിഞ്ഞം. അപ്പൊ ഈ വിഴിഞ്ഞം തുറമുഖം വലിയ മദർഷിപ്പുകൾ, ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖമായി മാറിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്, എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഓർമ്മിക്കുക, അത് തുടങ്ങിയത് എന്നായിരുന്നു? 2000 മുതൽ, കരുണാകരന്റെ കാലം മുതൽ, ബഹുമാനപ്പെട്ട ദിവംഗതനായ മുഖ്യമന്ത്രി കരുണാകരന്റെ കാലം മുതൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 2015, അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെയാണ് അതിന്റെ തറക്കല്ലിട്ടത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും LDF-നാണ് എന്ന് പറഞ്ഞ്, അത് മാത്രമാണോ? അതിവിടെ തുടങ്ങും എന്ന് പറഞ്ഞ കാലം മുതൽ അത് പിന്നെ വലിയ അഴിമതിയാണ്, അതിവിടെ വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ അതിനെതിരെ എല്ലാത്തര സമരങ്ങളും നടത്തി അതിനെ വൈകിപ്പിച്ച പിണറായി സർക്കാരാണ് ഇപ്പൊ അതിന്റെ പിതൃത്വം ഏറ്റെടുത്ത് വലിയ നേട്ടമായിട്ട് കാണുന്നത്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്, അത് നേട്ടം തന്നെയാണ്. കേരളത്തിന്റെ പിന്നെ ഫിസ്ക്കൽ ക്രൈസിസിന് അതൊരു വലിയ സഹായമാകും, അത് ഓവർകം ചെയ്യാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയിലേക്കും വിഴിഞ്ഞം വഴി ഉണ്ടാകുന്ന വരുമാനം വലിയ തോതിലുള്ള വരുമാന വളർച്ചയുണ്ടാകും. അതിന് സമ്മതം, ശരിയാണ്. പക്ഷേ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ അവിടുന്ന് മാത്രമല്ല, ജീവിതത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതരായ ആയിരക്കണക്കിന് ഫിഷർമെന്മാരുണ്ട്. അവർക്ക് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നതുകൂടി ഒന്ന് ആലോചിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് കാൾ മാർക്സ് ഉദ്ധരിച്ചത്, പഠിപ്പിച്ചത്. അത് മറന്നിട്ടാണോ ജീവിതത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതരായ വിഴിഞ്ഞ നിവാസികളെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിക്കുന്നത്? അവർക്ക് എന്ത് പ്രയോജനമാണ് ഗവൺമെന്റ് ചെയ്തു കൊടുത്തത്? അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്? ഉദാഹരണത്തിന് എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതായത് ലത്തീൻ കത്തോലിക്ക സഭ, അവിടെ നിന്ന് നിഷ്കാസിതരായ ഒരുപാട് പേര് ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അത് മാത്രമല്ല, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും നിഷ്കാസിതരായ ആ വിഴിഞ്ഞം തുറമുഖ വാസികളെ പ്രതിനിധീകരിച്ചുള്ള ഒരു പഠനത്തിന് വേണ്ടി പല അതായത് ഷിപ്പിംഗ് എക്സ്പേർട്സും ഒക്കെ ചേർന്ന ഒരു ഗ്രൂപ്പില് ഞാനും ഒരു ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങൾ മുതലപ്പൊഴി മുതൽ അടിമലത്തുറ വരെ നടന്നു. ആ നടന്ന സമയത്ത് കണ്ട കാഴ്ചകള്, ആദ്യം തന്നെ എനിക്ക് വെട്ടിക്കളയാനുള്ളത് നരേന്ദ്രമോദി പറഞ്ഞ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഇന്ത്യ എന്നുള്ളതാണ്. ആ തീരദേശം മുഴുവനും ഡെഫിക്കേഷനും ഒക്കെ ആയിട്ട് വൃത്തികേടായിരുന്നു. അത് സത്യം പറഞ്ഞാല് വലിയ അലോസരം നമ്മുടെ മനസ്സിലുണ്ടാക്കി. വൃത്തിബോധമുള്ള ആരുടെയും മനസ്സിനെ അലങ്കോലപ്പെടുത്തും. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മനുഷ്യരുടെ ജീവിതം കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഓപ്പൺ ഡെഫിക്കേഷൻ, മലമൂത്ര വിസർജനം പുറത്തു നടത്തുന്നൊക്കെ എത്ര നിസ്സാരമായ കാര്യം, കഴുകിക്കളയാമല്ലോ. പക്ഷെ കഴുകിക്കളയാൻ പറ്റാത്ത സങ്കടങ്ങൾ, നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റാത്ത, കുറയ്ക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ. ഒരു മനുഷ്യൻ നല്ല എല്ലാ വീടുകളും, ആ തീരദേശത്തുള്ള വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ്, അതായത് ഇങ്ങനെ കടലെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുക, നല്ല വീടുകൾ പണിതത്. അപ്പൊ ഒരു മനുഷ്യൻ കള്ളു കുടിച്ച് മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പൊ ഞങ്ങള് അതിന്റെ അടുത്തോടെ ചെന്ന് അകത്തേക്ക് ചെന്നപ്പോ ഈ വെള്ളം രാത്രിയാവുമ്പോഴോ അല്ലെങ്കിൽ തിരമാല അടിക്കുമ്പോഴോ വീടിനകത്തേക്ക് വെള്ളം കയറി വരും, കട്ടിലയിലൊക്കെ വെള്ളം കയറി വരും. എന്നിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ സഹോദര ഇങ്ങനെ മദ്യപിക്കുന്നത്? ഇതുകൊണ്ട് വീട് നന്നായി കിട്ടുമോ? അപ്പൊ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ സമ്പാദിച്ചത് മുഴുവനുമാണ് ഇവിടെ വെച്ച് എന്റെ വീടായിട്ട് പണിതത്, അതിങ്ങനെ നശിച്ചുപോയി. എന്റെ മക്കളും ഭാര്യയും ഒക്കെ ബന്ധു വീട്ടിൽ ദൂരെ താമസിക്കുന്നു, ഞാൻ ഇവിടെ തന്നെ കിടന്നു മരിക്കാൻ തയ്യാറായി എന്നും പറഞ്ഞുകൊണ്ട് അയാള് പിച്ചും പേയും പറയുന്നത് കേട്ടപ്പോ, അപ്പൊ എന്നോട് അവിടെയുള്ള പല ആൾക്കാരും പറഞ്ഞു, ഇത് ഒന്നൊന്നും അല്ല മാഡം, ഒരുപാട് പേര് ഇതുപോലെ സങ്കടക്കടലിൽ കിടന്ന് ഉഴലുകയാണ് എന്ന്. എന്നിട്ട് ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങളെ ആ കമ്മീഷന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു,
അവിടെ നിന്ന് നിഷ്കാസിതരായ ഓരോരുത്തർക്കും ഓരോ കോടി രൂപ, കാരണം അവർക്കിനി ആ തീരപ്രദേശത്ത് വീട് പണിയാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് കടലിൽ പോകാൻ പറ്റും. ഇപ്പോഴും നമുക്കറിയാം മുതലപ്പുഴയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്കൊക്കെ ഓരോ കോടി വീതം കൊടുത്തു വേണം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ. അതായത് ഗർഭസ്ഥ ശിശുവിന് പോലും 1 കോടി രൂപ എന്ന രീതിയിൽ കൊടുത്തു വേണം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ എന്നാണ് ഞാനൊക്കെ എഴുതി കൊടുത്തിരുന്നത്. പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ വിഴിഞ്ഞത്ത് കുറെ പണം സർക്കാരിന്റെ ഖജനാവിലേക്കും കേന്ദ്ര സർക്കാർ ഖജനാവിലേക്കും വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വലിയ വിജയമായി കാണേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതൊരു വലിയ പരാജയമാണ്. അവിടെ നിന്ന് നിഷ്കാസിതരായ ജനം അവരവരുടെ ജീവിതത്തിൽ നിന്ന് പോലും നിഷ്കാസിതരായിരിക്കുകയാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നത് വരെ, മാന്യമായി പുനരധിവസിപ്പിക്കുന്നത് വരെ വിഴിഞ്ഞം ഒരു വിജയമാണ് എന്ന് താങ്കൾക്ക് ഒരിക്കലും വീമ്പിളക്കാൻ പറ്റുകയില്ല. ആ മനുഷ്യരുടെ കണ്ണീര് താങ്കൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് താങ്കൾക്ക് അതിന് പറ്റുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഇത്രയെല്ലാം പറഞ്ഞു എന്തുമാത്രം, അതായത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ PSC മാത്രമാണ് ഇത്രയധികം അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ വേറൊരു മിനുക്ക് വാചകമാണ്, ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് കേരളത്തിലെ PSC. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ PSC വഴി സർക്കാർ സർവീസിൽ വല്ലോ സേവനം ഉണ്ടെങ്കിൽ അല്ലാതെ വേറെ വ്യവസായങ്ങളൊന്നുമില്ല, വേറെ തൊഴിൽ സാധ്യതകളില്ല. പിന്നെ ഉള്ളത് ആകപ്പാടെ IT മേഖലയാണ്. അത് എല്ലാവരും ഒന്നും IT പഠിച്ചവരായിരിക്കത്തില്ല. ഇനി അതും കഴിഞ്ഞാൽ വ്യാപാരികളുടെ മേഖലയില്, അതായത് സേവന സ്കൂൾ കോളേജ് മേഖലകൾ എന്നൊക്കെ പറഞ്ഞാല് എയ്ഡഡ് സെക്ടറാണ് ഗവൺമെന്റ് സെക്ടറിനേക്കാളും മുന്തി നിൽക്കുന്നത്. അപ്പൊ എയ്ഡഡ് സെക്ടറിലെ തൊഴിലുകൾ അവരവർക്ക് വേണ്ടപ്പെട്ടവർക്കാ കൊടുക്കുക. പൊതുവെ തൊഴിൽ തേടി നടക്കുന്നവർക്ക് തൊഴിൽ കിട്ടാവുന്ന ഏക മാർഗം ഈ പറയപ്പെട്ട PSC വഴിയാണ്. അങ്ങനെ മാത്രമാണോ? അത് മാത്രം നോക്കി അത് വലിയൊരു കാര്യമായിട്ട് പറയണ്ട. എന്നാ പറയണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഗുജറാത്ത്, കേരളത്തെക്കാൾ എത്രയോ വലിയ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിന്റെ റവന്യൂ വകുപ്പിൽ 300 ജീവനക്കാരേ ഉള്ളൂ. 2012-13 പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഞാൻ മെമ്പറായിരുന്നപ്പോൾ ഞാൻ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പഠിച്ചതാണ്. അവിടുത്തെ റവന്യൂ സെക്ടർ അതിനുശേഷം വികസിച്ചിട്ടില്ലല്ലോ. 300 ജീവനക്കാരേ ഉള്ളൂ. വലിയ ഒരു റവന്യൂ സെക്ടറിന്റെ ഉടമയാണ് ഗുജറാത്ത് ഗവൺമെന്റ്. പക്ഷെ ഇവിടെ ഈ കൊച്ചു കേരളത്തില്, ഇങ്ങനെ ഇരിക്കുന്ന ഈ കൊച്ചു കേരളത്തില് 3000-ലധികം ജീവനക്കാരുണ്ട് റവന്യൂ സെക്ടറിൽ. അപ്പൊ ഇവിടെ എല്ലാ വകുപ്പിലും എക്സസ് എംപ്ലോയീസ് ആണ് എന്ന കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ വരുമാനത്തിന്റെ ഒരു നല്ല ഭാഗം ശമ്പളവും പെൻഷനുമായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ എയ്ഡഡ് സെക്ടറും കൂടിയുള്ളത്. അപ്പൊ ഇവിടെ തന്നെ ആവശ്യത്തിലധികം എംപ്ലോയീസ് ഉണ്ട് ഓരോ വകുപ്പിലും. പിന്നെ എയ്ഡഡ് സെക്ടറും ഇവരെല്ലാരും കൂടി ചേരുമ്പോൾ റവന്യൂ ചോർന്നു പോകുന്നു ഒരു വശത്ത്. അപ്പം മുഖ്യമന്ത്രി പറയുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ PSC വഴിയുള്ള അപ്പോയിന്റ്മെന്റ്. ശരിയാണ്. കാരണം ഇവിടെ ഗവൺമെന്റിൽ മാത്രമേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. അതേ സമയത്ത് ഗുജറാത്ത് പോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വ്യാവസായിക മേഖലകളുണ്ട്, അവിടെയൊക്കെ ജോലികളുണ്ട്. അവിടെയൊക്കെയുള്ള ജോലി വേണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഗവൺമെന്റ് സർവീസിലേക്ക് ഇവർ ചെല്ലുകയുള്ളൂ. കാരണം ഗവൺമെന്റ് സർവീസിലേക്കാൾ കൂടുതൽ ശമ്പളവും സൗകര്യങ്ങളും സ്വകാര്യ സർവീസുകളിൽ ഉണ്ടായിരിക്കും, നല്ല വ്യവസായങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുമെന്നത്. അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ PSC വഴി, പക്ഷെ ഇവിടുത്തെ PSC വഴി കൊടുത്തതിനെ പറ്റിയും ഒരു റിപ്പോർട്ട്, ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് പറഞ്ഞ പല കാര്യങ്ങളും നിയമസഭാ രേഖയിൽ നിന്ന് എനിക്കിന്ന് കിട്ടുകയുണ്ടായി. അതെന്താണ് നിയമസഭാ രേഖകളിൽ നിന്ന് എനിക്ക് കിട്ടിയത്? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിയമസഭാ രേഖയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ആ വാതിൽ അടച്ചിടൂ എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞതിനെ പറ്റി വന്നിരിക്കുന്ന വാർത്ത. ഏത് വാതിൽ അടച്ചിടണ്ടേ? പിൻവാതിൽ നിയമനവാതിൽ. അതായത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ PSC വഴിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതെന്ന്. പക്ഷെ ഈ ഗവൺമെന്റ്, ഈ 2021 പിണറായി സർക്കാർ ഗവൺമെന്റ് വന്നതിന് ശേഷം, അതായത് മുൻവാതിലൂടെ PSC വഴിയായിട്ട് വളരെ കുറച്ച് അപ്പോയിന്റ്മെന്റ്സേ നടത്തിയിട്ടുള്ളൂ. എല്ലാം പിൻവാതിൽ നിയമനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ്
ആ ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തിയത്. അതാണ് ഒരു ചോദ്യത്തിന് ഉത്തരമായി നിയമസഭയിലൂടെ പുറത്തു വന്നത്. അപ്പൊ എന്താണ് നിയമസഭയിലൂടെ പുറത്തു വന്നത് എന്ന് ഞാൻ പറയാം, ഒന്ന് നോക്കിയിട്ട് പറയാം. അതായത് KSRTCയില് 2021 ശേഷം ഇതുവരെയുള്ള 24-ലാണ് ഈ റിപ്പോർട്ട് പിന്നെ നിയമ സഭയിൽ വരുന്നത്, രേഖകള്. അപ്പൊ അതുവരെയുള്ള 21 മെയ് തൊട്ട് 24 മെയ് വരെയുള്ള കാലഘട്ടത്തില്, 2021 മെയ് തൊട്ട് 2024 മെയ് വരെയുള്ള കാലഘട്ടത്തില് KSRTCയിൽ നടത്തിയിരിക്കുന്ന, അപ്പൊ അതില് ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ആ വാതിൽ അടയ്ക്കൂ. ഏത് വാതിൽ അടയ്ക്കണ്ടേ? പിൻവാതിൽ നിയമനം നടത്തുന്ന പിൻവാതിൽ. ആ വാതിൽ അടച്ചിട്ടിട്ട് മുൻവാതിൽ വഴിയായിട്ട്, എന്ന് വെച്ചാൽ PSC വഴിയായിട്ട് മാത്രം അപ്പോയിന്റ്മെന്റ്സ് നടത്തണം. അതും ക്വാളിറ്റി നോക്കി, അതായത് വേണ്ട എല്ലാ തരത്തിലുള്ള കടമ്പകളും കടന്നു വരുന്നവരെ മാത്രം അപ്പോയിന്റ് ചെയ്യുക. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഇൻഡിക്കേഷൻ. അപ്പൊ എന്താണ് KSRTCയിൽ ആകെ നടത്തി ഈ 4 കൊല്ലം കൊണ്ട് നടത്തിയത് 2 PSC വഴി നടത്തിയത് 2. ആരോഗ്യ വകുപ്പ് 6972, വാട്ടർ അതോറിറ്റി 2037, ഉന്നത വിദ്യാഭ്യാസം 11,002, പൊതുവിദ്യാഭ്യാസം ഈ 323. ഈ 323 എന്ന് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 10,000-ലധികം വേക്കൻസികൾ കിടക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ആകെ നടത്തിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് 323 മാത്രമാണ്. ഇനി സാങ്കേതിക വിദ്യാഭ്യാസം 670 വേക്കൻസികളാണ് ഫില്ല് ചെയ്തത്. പിന്നെ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 150 അപ്പോയിന്റ്മെന്റ്സേ നടത്തിയിട്ടുള്ളൂ. അതായത് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 10,000-ലധികം വേക്കൻസികൾ കിടക്കുന്നു. ആ 10,000-ലധികം വേക്കൻസികൾ കിടക്കുന്നിടത്താണ് ഈ 150 വേക്കൻസികൾ മാത്രം ഫില്ല് ചെയ്ത് ബാക്കിയെല്ലാം ഇപ്പോഴും അത് പിന്നെ ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ്. സഹകരണ ബാങ്കുകൾ 177, അപ്പം അങ്ങനെ വിവിധ വകുപ്പുകളിലായിട്ട് ആയിരക്കണക്കിന് ജോലി. അതായത് അത് മാത്രവുമല്ല, ഈ ഭരണപരിഷ്കാര കമ്മീഷൻ പറയുന്നുണ്ട് 25 ലക്ഷത്തിലധികം തൊഴിൽ രഹിതർ ആപ്ലിക്കേഷൻ കൊടുത്ത PSC വഴി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പിൻവാതിൽ നിയമനം നടത്തിയിട്ട് മുൻവാതിൽ നിയമനം നടത്തുന്നു എന്ന മഹത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇത്തരം ശുദ്ധ അസംബന്ധ നാടകങ്ങൾ ജനത്തിന് മുൻപിൽ കളിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല. അങ്ങ് ഓർക്കണം, ആ പുസ്തകത്തിന്റെ പേര് 7 Deadly Economic Sins, 7 മാരക സാമ്പത്തിക പാപങ്ങൾ. ആ പാപങ്ങൾക്ക് അടിപ്പെട്ടു പോയതുകൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് താങ്കൾക്ക് കഴിയുന്നത്. അപ്പൊ ഇതുപോലെ ഞാനിപ്പോ 4-5 എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ, അതായത് വലിയ കാര്യങ്ങളും, നമ്മൾ ഫിസ്ക്കൽ ക്രൈസിസിന്റെ കാര്യം തന്നെ നമുക്ക് അതും കൂടി ഞാൻ പറഞ്ഞിട്ടേ നിർത്തുന്നുള്ളൂ. അതായത് ഫിസ്ക്കൽ ക്രൈസിസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് പിന്നെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞു, വീണ്ടും UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ കേരളം കടക്കണിയിലേക്ക് പോകുമെന്ന്. LDF വന്നു, 2ാം ഊഴം തീരാറാകുന്നു. കേരളം കടക്കണിയിലേക്ക് പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു കണ്ണായിവൻസ്, ഒരു ഒത്തുകളി, ആ ഒത്തുകളിയുടെ ഫലമായിട്ടായിരിക്കും കേരളം കടക്കണിയിൽ എന്ന് പറയാത്തതും കേരളത്തെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാക്കാത്തതും. അത് മാത്രവുമല്ല, കേന്ദ്ര ഗവൺമെന്റും അത്ര പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഫെഡറൽ പ്രിൻസിപ്പിൾസിനെയൊക്കെ വക്രീകരിച്ചും സ്വന്തം ഇഷ്ടപ്രകാരം കീറി വലിച്ചെറിഞ്ഞും ഒക്കെയാണ് മുൻപോട്ട് പോകുന്നത്. സെസ് വഴിയായിട്ട്, അതുപോലെ തന്നെ സെൻട്രൽ സർചാർജ് വഴിയായിട്ട് ഒക്കെ സംസ്ഥാനങ്ങളെ ഒരുപാട് പ്രതിരോധത്തിലാക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതുപോലെ തന്നെയാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്. അതിലൊക്കെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ പങ്ക് വളരെ പരിമിതമായിരുന്നത് ഒരുപാട് വർദ്ധിപ്പിച്ചു. കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ചു ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ഡിഫൻസിലാക്കുന്നുണ്ട്, ഫിസ്ക്കലായിട്ട് ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് സെസ്സും സർചാർജുമായിട്ടൊക്കെ ഒരുപാട് കൂടുതൽ കളക്ട് ചെയ്യുമ്പം ആ എമൗണ്ട് സെൻട്രൽ പൂളിൽ വരില്ല, അതിന്റെ ഷെയർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയുമില്ല.
അങ്ങനെ സംസ്ഥാനങ്ങളെ ഡിഫൻസിലാക്കുന്നുണ്ട് ഫിസ്ക്കലായിട്ട് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഏകപക്ഷീയമായ നയം, രാഷ്ട്രപതി ഭരണം എന്നൊന്നും കൊണ്ടുവരാൻ ഒക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ കോടതിയിൽ പോയാല് സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് ചേർന്ന് നിന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും പോകാത്തത്. അപ്പൊ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വലിയ വലിയ കൊട്ടിഘോഷങ്ങൾ നടത്തുമ്പോൾ ഓർക്കുക, കഴിഞ്ഞ 9 വർഷവും കേരളം നാശോന്മുഖമായി ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ടേൺ ആവശ്യമാണ്. ഈ ഗവൺമെന്റ് മാറിയിട്ട് ഇതിന് ബദലായിട്ട് നല്ല ലക്ഷ്യബോധമുള്ള ഒരു ഗവൺമെന്റ് വരണം. ഓട്ടിസന്റെ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ് ബാധിക്കാത്ത ഒരു നേതാവ്, അതായത് ഒരു മുഖ്യമന്ത്രി ഇവിടെ വരണം. വന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ. അത് എങ്കിൽ പോലും വളരെ കാലങ്ങൾ എടുക്കും. കാരണം വളരെ കാലം കൊണ്ട് പോലും മാറ്റിയെടുക്കാൻ പറ്റാത്തത്ര വലിയ ഡാമേജ് ആണ്. അതായത് ഹാർട്ടും കിഡ്നിയും ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിന്റെ. അങ്ങനെ തരിപ്പണമായിരിക്കുന്ന കേരളത്തെ വീണ്ടും എടുക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം കൊണ്ട് മാത്രമേ പറ്റൂ. അതിനെന്താ വേണ്ടത്? എല്ലാത്തരം ചികിത്സകളും കൂടി, ആയുർവേദവും അലോപ്പതിയും യുനാനിയും എല്ലാം ചേർത്ത് ചികിത്സിക്കേണ്ടി വരും. അതിന് തക്ക കഴിവും മിഴിവുമുള്ള ഒരു നേതാവ് വരണം. അത് ഒരു കാരണവശാലും LDFില് അതുപോലുള്ള നേതാക്കൾ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. LDFിന്റെ പൊതു സ്വഭാവം അനുസരിച്ച്, ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്വഭാവം അനുസരിച്ച് അത്ര ക്രാന്തദർശിത്വമുള്ള ഒരു നേതാവുണ്ട് എന്ന് തോന്നുന്നില്ല. സ്വന്തം പോക്കറ്റിൽ മാത്രം കണ്ണുവെക്കുന്ന നേതാക്കന്മാർ ഉണ്ടാകാം. അങ്ങനത്തെ നേതാക്കന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.